ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇരിങ്ങാലക്കുടയിൽ വന്നേക്കണം കേട്ടോ, നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ. അപ്പോൾ ചൂണ്ടിടാൻ വേണ്ടി പാടത്തോട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ അളിയച്ചാർ അവിടെ ഇരുന്ന് ചൂണ്ടിടാനുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ കുളത്തൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാം. ഞാൻ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താ മൊത്തം നെല്ലാണ്. ഇതൊരു കുളത്തിൽ അവിടെ എന്തോ ചെറിയ മറ്റേ കടുവൊക്കെ കിടന്ന് അറിയുന്നുണ്ട് അപ്പുറത്ത്. ഇതേ അപ്പുറത്തോട്ട് പോണേ സംഭവം നല്ല സെറ്റാണ്. അവിടെ എല്ലായിടത്തും നല്ല പച്ചപ്പ് വിരിച്ച് കിടക്കുന്നു. ഇവിടെ വരാറുണ്ട് കേട്ടോ. അപ്പുറത്തൊരു പുഴ പോലെ തന്നെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ബ്രാലിനെയൊക്കെ നമ്മൾ ചൂണ്ടിടാറുള്ളതാണ്. നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. അവിടെ ആളിരുന്ന് ചൂണ്ടിടാനുണ്ട്. അപ്പോൾ കുളത്ത് പൊട്ടിപ്പോയെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പോഴേ ഞാൻ കുളത്ത് മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അതെ, ആവൺ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം, എല്ലാം കിട്ടും. അതെ, നെല്ലൊക്കെ ഉണ്ടായി കിടക്കണുണ്ട്. സൈഡിലൊക്കെ അച്ചിങ്ങ നട്ടറുണ്ട്. ആവണേ ഇപ്പുറത്തോട്ട് നടക്കണം. അവിടെ നടക്കണതല്ല കേട്ടോ. അതിൽ വന്നോ, സൈഡിൽ കൂടെ വന്നോ. ഈ കണ്ട ഇവിടെയൊക്കെ നല്ല പച്ചപ്പ് വിരിച്ച് കിടക്കുന്നു. എന്നാലും നമുക്ക് അങ്ങാട്ട് ചെന്നിട്ട് ബാക്കി കാണാം. ഇവിടെയൊക്കെ താമര ഇപ്പോൾ ഇതായി വന്ന് കിടപ്പുണ്ട്. ഇതൊരു പാമ്പ് കിണുണ്ട്. പാമ്പ് കിണുണ്ട്, നീർക്കോലിയാണെന്ന് കണ്ട. ഇത് വെള്ളം ഇതാക്കണതാണ്, പമ്പ് ചെയ്ത് കളയുന്നത് മോട്ടർ. വെള്ളം പമ്പ് ചെയ്ത് കളയണം. നമ്മൾ അളിയച്ചാരി ഭയങ്കര ചൂണ്ടിടലാണ്. അല്ലെങ്കിൽ കിട്ടിയാന്നറിയില്ല, നോക്കട്ടെ എന്തായാലും. കിട്ടിയിട്ടുണ്ട്. പിടിച്ച ചെറിയ ബ്രാലുണ്ട്, ഒരു അണ്ടികളിയുണ്ട്, ഒരു കടുവുണ്ട്. നമുക്കെന്തായാലും ഒന്നും കൂടെ ഇട്ട് നോക്കാം. നമുക്കും കൂടെ ഒരു ചൂണ്ട സെറ്റാക്കി ഇട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് മോട്ടർ അടിച്ച് കളയാനാണ്. നേരത്തെ മറ്റേ ഇതിലായിരുന്നു, റിങ്ങിലായിരുന്നു. അത് മാറ്റി ഇപ്പോൾ ഇതിലാണ് അടിക്കുന്നത്. അളിയനിരുന്ന് ചൂണ്ടിടാണ്. ഞാൻ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും അര കോർത്ത് സെറ്റാക്കട്ടെ. മണ്ണിരയാണ് ഇടണം, മണ്ണിര വരാം. മണ്ണിര കുളത്തിലാണ്. ഇവിടെ ഈ വെള്ളം അനങ്ങുന്നുണ്ട്. ഇനി കിട്ടുമോയെന്ന് അറിയില്ല. അത് അപ്പുറത്ത് മാറി ഇട്ട് നോക്കാം. ഇതൊക്കെ തോടുകളാണ് കേട്ടോ. പക്ഷെ പാവൽ പിടിച്ച് നിറഞ്ഞ് കിടക്കണ. നമുക്കൊന്ന് അപ്പുറത്തോട്ട് മാറി നോക്കാം. അവിടെ താമരയുണ്ട്. അവിടെ ചിലപ്പോൾ ബ്രാലുണ്ടാവും, വരാലില്ലേ അത്. അപ്പം അത് നമുക്കൊന്ന് നോക്കാം, കിട്ടുമെന്ന് നമുക്കൊന്ന് നടന്ന് നോക്കാം. അവിടെ കാണുന്നുണ്ടാന്ന്. അപ്പുറത്തെ മോട്ടർ അടിച്ച് കണ്ട, അപ്പുറത്ത് മോട്ടർ അടിച്ച്. അതുകൊണ്ട് അവിടെ വെള്ളം എങ്ങനെയാണ്. അപ്പോൾ മീനായിട്ട് സെറ്റാവണില്ല. നമുക്ക് എന്തായാലും നോക്കാം. ആവൺ മഞ്ഞുണ്ട് പുറകിൽ. നമുക്ക് എന്തായാലും ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടാകുന്ന നോക്കാം. മണ്ണിരേണ്ട എര കണ്ട. ഇവിടെ നല്ല വെള്ളത്താമര വിരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ബ്രാലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നോക്കാം എന്തെങ്കിലും കാണുന്നുണ്ടാവും. ഒരാൾ ഫ്രോഗ് വലിക്കാണ്ട് കേട്ടോ. അപ്പുറത്ത് വരാലിനടിക്കാണ്ട്. നമ്മുടെ ചൂണ്ട ആവണ്ണിപ്പിച്ചുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ അവിടെ നിന്നിടുന്നുണ്ട്. നമുക്ക് അപ്പുറത്തോട്ട് തന്നെ മാറി നോക്കാം. ഇവിടെ വേറെ ഒന്നിനെ കാണുന്നില്ല. ഉണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്തൊക്കെ മറിയുന്നുണ്ട്. പക്ഷെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതിലേക്ക് ഇറങ്ങി വേണം പോകാൻ. എന്നാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. അപ്പോൾ അത് എനിക്ക് ഇന്നത്തെ ഫസ്റ്റത്തെ മീൻ കിട്ടി കേട്ടോ. ഗിഫ്റ്റ് വിലോപ്പിയാണ്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെ കൊണ്ട് കവറിലിടാം. ഇനിയിപ്പോൾ അടുത്തതിന് ഇട്ട് നോക്കാം.
അടുത്ത ഒരു വിലോപ്പിനെ കിട്ടിയടാ. ഗിഫ്റ്റ് വിലോപ്പിയാണ്. വിലോപ്പിനെ പിടിച്ച ആളിരിക്കുന്നു. എനിക്ക് നേരത്തെ കിട്ടിയതിനേലും വലിയ വിലോപ്പിയാണ്. പിടിച്ചോ, പോയിക്കോ പോയിക്കോ. ഒരാൾ ഹെൽമെറ്റൊക്കെ വെച്ച് കൊണ്ടു പറമ്പ് രാലി മറിയാണ് അങ്ങോട്ട് പോകണം. ഇരുട്ടായി. അവിടെ ഒരു മീൻ കിട്ടിയാണ് കേട്ടാ. ഇരുട്ടായി, ലൈറ്റ് ഇതാകേണ്ടത്. മീനായിട്ട് വന്നിട്ടുണ്ട്. അമ്പളിക്കുട്ടൻ VP മീനായിട്ട് വന്നിട്ടുണ്ട്. ചതമ്പല് പോയിട്ടുണ്ട്. ഒരു കിടുക്കാച്ച് സാധനത്തിനെ കിട്ടിയാട്ടോ നമുക്ക്. കിടിലം ഗിഫ്റ്റ് കണ്ടോ. അമ്പളി കിട്ടിയ എന്താണ്? കാണിച്ചേ കാണിച്ചേ കാണിച്ചേ. കൈപ്പിടി. കൈപ്പിടിയാണ്. കൈ മുള്ളുള്ളോട്ടാ. കിടുക്ക സാധനം ഉണ്ടാ. സാധനം കിടുക്കാച്ചി ഗിഫ്റ്റ് ലോബി. ഇത് നമുക്ക് പിറ്റേ ദിവസം കിട്ടിയ വരാലാണ്ടാ. അതിനാ പിടിക്കണതിൻ്റെ വീഡിയോ കിട്ടിയില്ല. അപ്പോഴേക്ക് അതിൻ്റെ അടുത്ത് കരക്കിട്ട് നമുക്ക് ഇന്നലെ കിട്ടിയ ഫിലോപ്പിയാണ് കേട്ടോ. അതിനത് ഫ്രൈ ചെയ്യുന്നതാണ്. ഇന്നൊരു വലിയ ബ്രാലിനെയും കിട്ടി. അതും റെഡിയാക്കാൻ വേണ്ടി വെച്ചായിരുന്നു. അത് ഫുള്ളായിട്ട് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്യുന്നത്. തിന്നാൻ ഒരാളിരിക്കുന്നുണ്ട്.